സൂപ്പർ സൂപ്പർ അടിപൊളി 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 ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം തോന്നി. നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. നല്ല സ്റ്റോറി ഉണ്ട്, ത്രില്ലിംഗ് ആണ്, നല്ല രസമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? തിയേറ്റർ എക്സ്പീരിയൻസ് ആ പടം. ഫൈറ്റൊക്കെ അടിപൊളി. ഓണം തൂക്കോ കൊണ്ടലുണ്ടോ ഈ ഓണം? ഓണം കൊണ്ടുപോകണ്ടേ? അടിപൊളിയാ. നല്ല നല്ല മേക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി ആണ്. നമുക്ക് ഓണത്തിന് വന്നിരുന്നും ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റും. സൂപ്പർ പടം, എല്ലാവരും മിസ് ചെയ്യാതെ കാണണം. ഗംഭീരം ഗംഭീരം, നല്ല ആക്ഷൻസ് പരിപാടിയൊക്കെയാണ്. കടലിൽ വെച്ച് ഫൈറ്റൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം. നല്ല മസ്റ്റ് വാച്ച്. ഇതുവരെ ചെയ്യാത്ത, എനിക്ക് പെപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണിത്. വേറെ ലെവൽ ആക്ടിങ് പെപ്പയുടെ, സൂപ്പർ. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കലും മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും സൂചിക്കത്തില്ല, ടി വി കണ്ടു കഴിഞ്ഞാൽ സൂചിക്കത്തില്ല. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പ്രതീക്ഷിച്ചായിരുന്നു ഇത്ര അടിപൊളിയായിരിക്കും? ഇല്ല പ്രതീക്ഷിച്ചില്ല. ഇതിനെപ്പറ്റി ഇത്ര ഒരു പ്രതീക്ഷ ഒന്നും തന്നിരുന്നില്ലല്ലോ. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിരുന്നു കണ്ടത്. ഗംഭീരമായിട്ടുണ്ട്. ഓണം തൂക്കും. ഇത് എല്ലാം നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ടല്ലോ. ഓണം തൂക്കും. ഓഡിയൻസ് തീരുമാനിക്കട്ടെ. ഒരു അപാര ലെവല് മേക്കിംഗ് ആണ്. കാര്യം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കടലിൽ പോയിരുന്നു, ഫുള്ള് കടലാണ്. നമുക്ക് കരയിലുള്ള സീൻസ് വളരെ കുറവാണ്. അപ്പം അതിരുന്ന് നമ്മൾ കടലിൽ വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ മേക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഓ അസാധ്യം. കാണുക, ബാക്കിയൊക്കെ വന്നിരുന്ന് കാണണം. പെപ്പയുടെ പെർഫോമൻസ് ഗംഭീരം. പെപ്പ ഇതുവരെ ചെയ്തിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഇതിൽ ഭയങ്കര ഇമോഷൻസ് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ ഇതുവരെ ഇല്ലാത്തൊരു ഡെലിവറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് സിനിമ കൊള്ളായിരുന്നു. സിനിമ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ട രീതിയിലുള്ള പടമാണ്. പിന്നെ നമ്മൾ കാണാത്ത കംപ്ലീറ്റ് ഒരു ആ കഥ നടക്കുന്ന പരിസരം ഒരു പുതുമയുള്ള സംഭവമാണ്. കാരണം നമ്മൾ ഈ പിന്നെ ഫിഷർമാൻ അങ്ങനെയുള്ള പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതികാരവും ആ ഒരു ലൊക്കേഷൻ എടുത്തിരിക്കുന്ന ഒരു നടുക്കടലിലുള്ള സംഭവം, ആ സംഭവം ഒരു ലൊക്കേഷനും ഈ കഥ പറഞ്ഞ രീതിയും വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അടിയെന്നും പെപ്പെ സ്ഥിരം ചെയ്യണ പോലെ കിൻഡൽ പഞ്ചുള്ള അടികളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ പടത്തിൽ അഭിനയിച്ച എല്ലാവർക്കും ആ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിലേക്ക് കഥ പിന്നെ മാറി. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ഒരു കടലിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു പടത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ സാം സിയസിന്റെ മ്യൂസിക്കും നല്ല ത്രില്ല് നൽകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൊണ്ടൽ. ആയിരുന്നു. എന്താ പറയുക, സന്തോഷം, വളരെ സന്തോഷം. കടലില് ഒരു 10-68 ദിവസത്തോളം കടലിലുണ്ടായിരുന്നു. സന്തോഷം. ഇത് നമ്മുടെ ആരുടെ പടമല്ല, അജിത്തിന്റെ പടമാണ്. പിന്നെ ഡയറക്ടറെ പുള്ളി കണ്ടു വളർന്ന് ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. ഇതിന് എന്തെങ്കിലും നന്മയോ തിന്മയോ എല്ലാം ഉണ്ടെങ്കിലും അതിന് പൂർണ്ണ അധികാരവും അതിന്റെ ക്രെഡിറ്റും അജിത്തിന് പള്ളിക്കാണ്. ചീച്ചൊക്കെ കൊള്ളാം. തിയേറ്ററിൽ കാണേണ്ട അവിടെ ഉണ്ട്. കാരണം അങ്ങനത്തെ മിക്സിങ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇപ്പം നല്ല എഫക്ട്സ് ആണെങ്കിലും ഫൈറ്റ് നല്ല രസമുണ്ട്. ഫൈറ്റൊക്കെ കൊള്ളാം. ഫൈറ്റൊക്കെ എടുത്ത് പറയണതാണ്. ഫൈറ്റാണ് മെയിൻ. ഇതിൽ കുറച്ചധികം ഫൈറ്റ് ഉണ്ട്. പിന്നെ രാഷ്മി ഷെട്ടി ഉണ്ട്, നമ്മുടെ ടർബോയിലെ വില്ലനുണ്ട്. പുള്ളി കൊള്ളാം, രസമാണ് പടം. അറിയില്ലേ?